അങ്ങനെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പ്രോൺസ് റോസ്റ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഈ പ്രോൺസിൻ്റെ തലയും കൂടെ വെച്ചിട്ട് കറി ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ടാക്കി നോക്കുക കേട്ടോ, അടിപൊളി ടേസ്റ്റാണേ. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് സവാളയാണ്. അത് നല്ല നീളത്തിൽ കട്ടി കുറഞ്ഞ് അരിഞ്ഞു വെക്കുക. ഒരു പാനിലോട്ട് എണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച് കുറച്ച് കറിവേപ്പിലയിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടെ ചേർത്ത് നന്നായി വഴറ്റുക. നന്നായി വഴന്നു കിട്ടാൻ കുറച്ച് സോൾട്ടും കൂടെ ചേർക്കുക. അത് ചേർത്ത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം ജിഞ്ചർ ഗാർലിക് റെഡിമെയ്ഡ് ആട്ടോ ചേർത്തത്. എൻ്റെ കയ്യിൽ മറ്റത് ഉണ്ടായിരുന്നില്ല, തീർന്നു പോയി. അപ്പോൾ അത് നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണേ. അതിനുശേഷം നമുക്ക് പൊടികൾ ചേർക്കാവേ. ചില്ലി പൗഡർ, കൊറിയാണ്ടർ പൗഡർ, ടർമറിക് പൗഡർ, അത് മൂന്നും നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കുക. കറിയുമ്പോൾ ഒരു ടൊമാറ്റോ ചേർക്കുക. എനിക്ക് ടൊമാറ്റോയുടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ എല്ലാ കറിയിലും ഒരു ചെറിയ ടൊമാറ്റോയുടെ മയം ഉണ്ടാവും. ഇതിനകത്ത് കിട്ടും. ഒന്ന് മതിയേ. അത് നന്നായി വഴന്ന് കഴിയുമ്പോൾ അതിനകത്തോട്ട് നമ്മൾ നമ്മുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പ്രോൺസ് ചേർക്കുക. അതിനെ ജസ്റ്റ് ഒന്ന് ഇളക്കി ഒരു 5-10 മിനിറ്റ്സ് മതി കേട്ടോ കുക്ക് ചെയ്യാൻ. അതൊന്ന് വെന്ത് വരാൻ തുടങ്ങുമ്പോഴത്തേനും നമ്മൾ കോക്കനട്ട് മിൽക്ക് ചേർക്കുക. ഞാൻ മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡറാട്ടോ ചേർക്കുന്നത്. ഭയങ്കര ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അത് ഒഴിച്ച് നമ്മളൊരു 5-10 മിനിറ്റും കൂടെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. പിന്നെ തുറക്കുമ്പോഴത്തേനും കറി റെഡിയെന്നേ. ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. അടിപൊളി ടേസ്റ്റാട്ടോ. നിങ്ങൾ ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്യണം. ഈസി റെസിപ്പി ആണല്ലോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.